രണ്ടാം വിവാഹങ്ങൾ പലപ്പോഴും കലഹങ്ങളിലും വിവാഹമോചനത്തിലും ഒക്കെയാണ് കലാശിക്കാറുള്ളത്. പരസ്പരമുള്ള വിശ്വാസമില്ലായ്മയും മുൻപുള്ള ബന്ധങ്ങളിൽ നിന്നുണ്ടായ മോശം അനുഭവങ്ങളും എല്ലാം തന്നെ രണ്ടാം വിവാഹങ്ങളെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട്. അത്തരത്തിൽ തകർക്കപ്പെട്ട ഇല്ലാതെയായ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ കണ്ടെത്താൻ സാധിക്കുന്നതുമാണ്. വളരെ മനോഹരമായി തന്നെ വിവാഹ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും നമുക്ക് ചുറ്റുമുണ്ടെങ്കിലും അതിലും കൂടുതൽ ആളുകൾ പരസ്പരം കലഹിച്ചും പരസ്പര വിശ്വാസം ഇല്ലാതെയും പങ്കാളിയെ ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തുണ്ടായിരിക്കുന്നത്. അരുത്, ചെയ്യല്ലേ ചെയ്യല്ലേ. ഭർത്താവ് പത്മരാജൻ കാറിൽ വാനിടിച്ചു നിർത്തി പെട്രോൾ ഒഴിക്കാൻ തുനിയുമ്പോൾ രണ്ടാം ഭാര്യയായ അനില അവസാനമായി വിളിച്ചപേക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു: ഇല്ല, നിനക്കിനി മാപ്പില്ല എന്ന് അലറി വിളിച്ച പത്മരാജന്റെ കാതുകളിൽ ആ നിലവിളി എത്തിയില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കാറിലേക്ക് പെട്രോൾ വീണു, തീയും ആളിപ്പടർന്നു. അനിലയുടെ അലർച്ചയും നിമിഷങ്ങൾക്കുള്ളിൽ നിലച്ചു. എത്ര പൈശാചികമായിട്ടാണ് തന്റെ കൂടെ ഒരു വീട്ടിൽ താമസിച്ച് തനിക്ക് വെച്ചു വിളമ്പി തന്ന് സന്തോഷത്തിലും ദുഃഖത്തിലും ചേർത്ത് നിർത്തിയ ഒരാളെ കൊന്നു തള്ളിയത്. മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ നാം ചിന്തിച്ചേനെ. എന്നാൽ ഇന്ന് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്ഥിരം കേൾക്കുന്ന, കാണുന്ന ഒരു സംഭവം മാത്രമായി ഇത് മാറിയിരിക്കുകയാണ്. അനിലയെ വകവരുത്താൻ നേരത്തെ തന്നെ പത്മരാജൻ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. എത്ര ക്രൂരമായാണല്ലേ മനുഷ്യന്മാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ രണ്ടാമതൊരു വിവാഹത്തെ പറ്റി ആലോചിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പങ്കാളി മരണപ്പെട്ടത് കൊണ്ടോ ഉപേക്ഷിച്ചു പോയത് കൊണ്ടോ ഒക്കെ വിവാഹ ജീവിതം അവസാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടതായും വന്നേക്കാം. രണ്ടാം വിവാഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധയോടെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസവും പ്രണയവും ഒക്കെ അടിസ്ഥാനമാക്കി തങ്ങൾക്ക് ഉചിതമായ, നമ്മളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ്. യൂണിവേഴ്സ് നമുക്ക് രണ്ടാമതൊരു അവസരം തരികയാണ് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. ആ അവസരത്തിൽ നാം തിരഞ്ഞെടുക്കുന്നയാൾ എങ്ങനെയാണ്, ആ വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്നത് അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെ ജീവിതം എന്ന കാര്യം മനസ്സിലാക്കണം. ഒരാളിനോട് വിശ്വാസം വളർത്തിയെടുക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ചിലപ്പോൾ അതിന് വർഷങ്ങൾ തന്നെ വേണ്ടി വന്നേക്കാം. എന്നാൽ ഒരിക്കൽ ഉണ്ടാക്കിയെടുത്ത വിശ്വാസം തകരാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി. ഒരിക്കൽ നഷ്ടപ്പെട്ട വിശ്വാസം തിരികെ നേടുക എന്നതും ശ്രമകരമായിരിക്കും. പല ബന്ധങ്ങളും വഷളാകുന്നതിന് പരസ്പര വിശ്വാസമില്ലായ്മയും ഒരു പ്രധാന കാരണം തന്നെയാണ്. ആദ്യ വിവാഹത്തിൽ നിന്നുണ്ടായ ട്രസ്റ്റ് ഇഷ്യൂസ് മറികടക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എന്നിരുന്നാലും ഈ വെല്ലുവിളികൾ മനസ്സിലാക്കുകയും അവയിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കൂടുതൽ ശക്തവും കൂടുതൽ സംതൃപ്തവുമായ ബന്ധത്തിന് അടിത്തറ സൃഷ്ടിക്കും. ആദ്യ വിവാഹത്തിലെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ, നിരാശകൾ അല്ലെങ്കിൽ മുൻകാല തെറ്റുകൾ ആവർത്തിക്കുമോ എന്ന ഭയം എന്നിങ്ങനെയുള്ള വൈകാരികമായ കാര്യങ്ങൾ ആളുകൾ പലപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നു. തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഈ വികാരങ്ങൾ പുതിയ ബന്ധത്തെ സാരമായി തന്നെ ബാധിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ഫലപ്രദമായ ആശയവിനിമയം വിശ്വാസം വളർത്തിയെടുക്കുന്നതിനും ബന്ധം അഭിവൃദ്ധി പ്രാപിക്കുന്നതിനും പ്രധാനമാണ്. രണ്ടാം വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി മുൻ ബന്ധങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സാന്നിധ്യമാണ്. കുടുംബങ്ങളെ കൂട്ടിയിണക്കുന്നതിന് ക്ഷമയും വ്യക്തമായ അതിർവരമ്പുകളും വളരെയധികം സ്നേഹവും ആവശ്യമാണ്. യോജിപ്പുള്ള കുടുംബ ചലനാത്മകത സൃഷ്ടിക്കുന്നതിന് കുട്ടികളുമായും പുതിയ പങ്കാളികളുമായും തുറന്ന ആശയവിനിമയം സ്ഥാപിക്കേണ്ടത് പ്രധാനമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ മാത്രമേ രണ്ടാം വിവാഹം മനോഹരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ.